പ്യാരെ ബച്ചോ ആദാബ്. ഉറുദുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ 9ാം ക്ലാസ്സിലെ മക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, ഓണം എക്സാം നമ്മളോട് അടുത്ത് കഴിഞ്ഞു അല്ലേ? നമ്മുടെ വാതിലിൻ്റെ അടുത്തെത്തി കഴിഞ്ഞു. നമുക്കിനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഓണം എക്സാമിൻ്റെ മുമ്പിലുള്ളത്. നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പം ഓണം എക്സാമിന് വരാൻ സാധ്യതയുള്ളത് പരമാവധി നമുക്കറിയാം 9ാം ക്ലാസ്സിലെ ബുക്ക് മാറിയതാണ്, മുൻപേയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മളെ കയ്യിലില്ല. എന്നാൽ പോലും ഏറ്റവും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയൂല. അപ്പോൾ എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള ചില ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്താണെങ്കിലും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്കൊക്കെ പറ്റും. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കുക, എഴുതി തന്നെ പഠിക്കുക, വളരെ കൃത്യമായിട്ട് പഠിച്ചിട്ട് സ്കോർ ചെയ്യാൻ നോക്കുക. നമ്മൾക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് പോവാം. എല്ലാവരും ശ്രദ്ധിച്ചു നോക്ക്. ഒരു ചോദ്യം, ബച്ചോ ഉറുദു ഏക് ഹിന്ദുസ്ഥാനി ജുബാൻ ഹെ. നമുക്കറിയാം അല്ലേ, ബച്ചോ ഉറുദു ഏക് ഹിന്ദുസ്ഥാനി ജബാൻ ഹെ. ഉറുദു എന്നുള്ളത് ഒരു ഇന്ത്യൻ ലാംഗ്വേജ് ആണ്. ജബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഷ എന്നാണ് അർത്ഥം. ഏക് ഹിന്ദുസ്ഥാനി ജബാൻ ഹെ, ഒരു ഇന്ത്യൻ ലാംഗ്വേജ് ആണ് ഉറുദു എന്നുള്ളത്. ബച്ചോ ദോ ഹിന്ദുസ്ഥാനി ജബാനോं के नाम लिखिए. ഒന്നാമത്തെ ചോദ്യം, 2 ഇന്ത്യൻ ലാംഗ്വേജുകളുടെ പേര് എഴുതുക. ഉറുദു ജുബാൻ കെ ബാരെ മേ ആപ് ക്യാ ജാൻതേ ഹെ. അടുത്ത ചോദ്യം, ഉറുദു ഭാഷയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അറിയുക? ഏക് നോട്ട് തയ്യാർ കീജിയെ. ഒരു നോട്ട് തയ്യാറാക്കുക. ഇങ്ങനെയാണ് ഒരു ചോദ്യം വരിക. എന്താണെങ്കിലും ഉറുദു ഭാഷയെക്കുറിച്ച് നോട്ട് തയ്യാറാക്കാൻ ചോദിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്താണെങ്കിലും ഒരു ചോദ്യം ഇതായിരിക്കും. അപ്പം നമ്മൾ എഴുതേണ്ടത് എങ്ങനെയാണ്? ഉറുദു ഭാഷയെക്കുറിച്ച് നോട്ട് തയ്യാറാക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം 2 ഇന്ത്യൻ ലാംഗ്വേജുകളുടെ പേര് എഴുതാൻ യാതൊരു പ്രയാസവുമില്ല. നമുക്കറിയാം അല്ലേ, മലയാളം, തമിഴ്, ഹിന്ദി, ഇതൊക്കെ എന്താണ്, ഇന്ത്യയിലുള്ള ഭാഷകൾ തന്നെയാണ്. ഇന്ത്യയിലുള്ള ഏത് ഭാഷകൾ എഴുതി വെച്ചാലും അതൊരു ഇന്ത്യൻ ലാംഗ്വേജ് ആണ്. ഇനി നമ്മൾ ഉറുദു ഭാഷ, അറബി ഒരു ഇന്ത്യൻ ഭാഷയല്ലേ, അത് എഴുതി വെക്കരുത്. കാരണം അറബി നമുക്കറിയാം അല്ലേ, അറേബ്യയിൽ സംസാരിക്കുന്ന ഒരു ഭാഷയാണ്. അതുകൊണ്ട് അറബി ഒന്നും ആരും എഴുതി വെക്കരുത്. മറിച്ച് മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഇങ്ങനെയുള്ള ഭാഷകളൊക്കെ ഒരു ഇന്ത്യൻ ലാംഗ്വേജ് ആണ് എന്ന് നമുക്ക് പറയാം. അപ്പം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഉറുദു ഭാഷയെക്കുറിച്ച് എങ്ങനെ നോട്ട് തയ്യാറാക്കാം എന്നുള്ളതാണ്. ഉറുദു ഭാഷയെക്കുറിച്ച് കറക്റ്റായിട്ട് എഴുതാൻ നമ്മൾ പഠിക്കണം. കാരണം എന്താണെങ്കിലും ആ ചോദ്യം വരും. അപ്പോൾ കറക്റ്റായിട്ട് ഉറുദുവിനെ കുറിച്ച് ഒരു ചുരുങ്ങിയതൊരു 8, 6, 7 സെന്റൻസ് എഴുതാൻ നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, എല്ലാവരും നോക്കിക്കോ. ഉറുദു ജബാൻ, ഉറുദു ഭാഷ. ഉറുദു ഏക് ഖൂബ്സൂറത്ത് ജബാൻ ഹെ. ഉറുദു എന്നുള്ളത് ഏക് ഖൂബ്സൂറത്ത് ജബാൻ ഹെ, വളരെ മനോഹരമായിട്ടുള്ള ഒരു ഭാഷയാണ് ഉറുദു. ഉറുദു ജബാൻ ഹിന്ദുസ്ഥാൻ മേ പൈദാ ഹുയി. രണ്ടാമത്തെ പോയിന്റ്, ഉറുദു ജബാൻ ഹിന്ദുസ്ഥാൻ മേ പൈദാ ഹുയി. ഉറുദു ഭാഷ ഇന്ത്യയിലാണ് ജനിച്ചത്. ഹിന്ദുസ്ഥാൻ മേ പൈദാ ഹുയി, ഇന്ത്യയിലാണ് ഉറുദു ഭാഷ ജനിച്ചത്. നമുക്കറിയാം ഇന്ത്യയിലെ ഡൽഹിയിലാണ് ഉറുദു ഭാഷ ഉണ്ടായിട്ടുള്ളത് അല്ലേ. അപ്പം ഉറുദു ഹിന്ദുസ്ഥാൻ മേ പൈദാ ഹുയി, ഇന്ത്യയിലാണ് ജനിച്ചത്. നമുക്ക് എഴുതാം, പെഹലെ ഉറുദു ഹിന്ദുസ്ഥാനി ഖടി ബോലി രേഖ്ത ജैसे नामों से पहचानी जाती थी. പെഹലെ ആദ്യ കാലഘട്ടത്തിൽ, മുൻപ് ഉറുദു ഹിന്ദുസ്ഥാനി ഖടി ബോലി രേഖ്ത ജैसे नामों से पहचानी जाती थी. ആദ്യ കാലഘട്ടങ്ങളിൽ ഉറുദു ഹിന്ദുസ്ഥാനി, ഖടി ബോലി, രേഖ്ത ഇങ്ങനെയുള്ള പേരുകളിലൊക്കെ അറിയപ്പെട്ടിരുന്നു. ചിലപ്പോൾ 1 വേർഡിന് ചോദിക്കാം, ഉറുദുവിൻ്റെ പെഹലാനാം, ആദ്യത്തെ പേരെന്തായിരുന്നു എന്ന് ചോദിക്കാം. അപ്പം നമ്മൾ എഴുതണം ഹിന്ദുസ്ഥാനി, ഖടി ബോലി, രേഖ്ത, ഈ പേരിലൊക്കെ ഉറുദു ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നു. അസൽ മേ ഉറുദു ഏക് മഖ്ലൂത്തി ജബാൻ ഹെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഉറുദു ഏക് മഖ്ലൂത്തി ജബാൻ ഹെ. മഖ്ലൂത്തി ജബാൻ ഹെ, ഒരു കൂടിച്ചേർന്നിട്ടുള്ള ഒരു ഭാഷയാണ് ഉറുദു. നമുക്കറിയാം പല ഭാഷകളിൽ നിന്നുള്ള വാക്കുകളും ഉറുദുവിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം എല്ലാ ഭാഷകളാലും കൂടിച്ചേർക്കപ്പെട്ടിട്ടുള്ള ഒരു മഖ്ലൂത്തി ജബാൻ, ഒരു കൂടിച്ചേർന്നിട്ടുള്ള ഒരു ഭാഷയാണ് നമ്മുടെ ഉറുദു. അതും നമുക്ക് എഴുതാം. ഷിഅർ വ ഷായിരി की वजह से आज उर्दू की मकबूल बढ़ गया. ഷിഅർ വ ഷായിരി की वजह से, കവിത കാരണമായിക്കൊണ്ട്, ആജ് ഉർദു കാ മക്ബൂലിയത്ത്, ഇന്ന് ഉറുദുവിൻ്റെ സ്വീകാര്യത, മക്ബൂൽ എന്ന് പറഞ്ഞാൽ സ്വീകാര്യത, ബഡ് ഗയ, വർദ്ധിച്ചു അല്ലേ. നമുക്കറിയാം ഉറുദുവിലെ കവിതകളും ഉറുദുവിലെ ഗാനങ്ങളും
കവാലികളും ഗസലുകളും എല്ലാം വളരെ പോപ്പുലർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കവിതകൾ ഷിർ വ ഷായിരി കി വജഹ് സെ, ആ കവിതകൾ കാരണമായിക്കൊണ്ട് ഉറുദു കി മഖ്ബൂലിയത്ത് ഓർ ബഡ് ഗയ, ഉറുദുവിന്റെ സ്വീകാര്യത വീണ്ടും എന്ത് ചെയ്തു? ബഡ് ഗയ, വർദ്ധിച്ചു. ആജ് ദുനിയാ ഭർ മേ ഉറുദു और उर्दू शायरी चाहने वाले बहुत है. ആജ് ദുനിയാ ഭർ മേ, ഇന്ന് ലോകത്ത് മുഴുവനും ഉറുദു ഓർ ഉറുദു ഷായിരി ചാഹ്നെ വാലെ, ഉറുദുവിനെയും അതുപോലെ ഉറുദു ഷായിരിയെയും ഉറുദു കവിതയെയും ഇഷ്ടപ്പെടുന്ന ആളുകൾ ബഹുത്ത് ഹെ, വളരെ അധികം ഉണ്ട്. നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. ഇനി നോക്ക് കുറച്ചും കൂടെ ഉറുദുവിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്, ഇത് കുറച്ചും കൂടെ സിമ്പിൾ ആയിരിക്കും. എല്ലാവരും നോക്ക്. ഉറുദു ഏക് തുർക്കി ജബാൻ കാ ലഫ്സ് ഹെ. ഇനി ഉറുദു എന്നുള്ള ആ ഒരു വാക്ക് ഏക് തുർക്കി ജബാൻ കാ ലഫ്സ് ഹെ, ഒരു ടർക്കിഷ് വേർഡാണ് ഉറുദു എന്നുള്ളത്. ജിസ്കെ മായന ലഷ്കർ ഹെ. എന്താ ഉറുദു എന്നുള്ള ആ വാക്കിന്റെ അർത്ഥം? ലഷ്കർ ഹെ, സൈന്യം എന്നാണ് അതിന്റെ അർത്ഥം. ഉറുദു ജബാൻ ഹിന്ദുസ്ഥാൻ കി ജംഗെ ആസാദി മേ ബഹുത് ബഡാ റോൾ അദാ കിയ. ഉറുദു ഭാഷ ഇന്ത്യയിലെ ജംഗെ ആസാദി മേ സ്വതന്ത്ര സമരത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഉറുദു ദിലോം കോ ജോഡ്നെ വാലി ജബാൻ ഹെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇങ്ങനെയുള്ള പോയിന്റുകളൊക്കെ പഠിച്ചു വെക്കുക. ഉറുദു ദിലോം കോ ജോഡ്നെ വാലി ജുബാൻ ഹെ. ഉറുദു എന്താണ്? മനസ്സിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഭാഷയാണ്. ദിലോം കോ ജോഡ്നെ വാലെ, മനസ്സുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു ഭാഷയാണ്. യേ ജബാൻ ഹമാരാ ഫഖ്ർ ഹെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള അടുത്തൊരു സെന്റൻസ്. യേ ജബാൻ, ഉറുദു ജബാൻ ഹമാരാ ഫഖ്ർ ഹെ, നമ്മുടെ അഭിമാനമാണ്. ഹമാരാ ഫഖ്ർ ഹെ, നമ്മുടെ അഭിമാനമാണ്. ഫഖ്ർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിമാനം എന്നാണ് അർത്ഥം. ഉറുദു കെ കവ്വാലി ഗസൽ और फिल्मी म्यूसिकी दुनिया भर में मशहूर है. ഉറുദു കെ കവ്വാലി, ഉറുദുവിലെ കവ്വാലിയും ഗസൽ और फिल्मी म्यूसिकी, ഫിലിം ഗാനങ്ങളും ഗസലുകളും കവ്വാലിയും ഒക്കെ എന്താണ്? ദുനിയാ ഭർ മേ മഷ്ഹൂർ ഹെ, അല്ലെങ്കിൽ ദുനിയാ മേ മഷ്ഹൂർ ഹെ, ലോകത്ത് എന്താണ്? പ്രശസ്തമാണ്. അല്ലാമ മുഹമ്മദ് ഇക്ബാൽ, മിർസ ഗാലിബ്, ഹസ്രത്ത് മോഹാനി, മീർ തക്കി മീർ, പ്രേംചന്ദ് വഗൈറ ഉറുദു കെ മഷ്ഹൂർ അദീബ് ഹെ. അല്ലാമ മുഹമ്മദ് ഇക്ബാലും ഗാലിബും ഹസ്രത്ത് മോഹാനിയും മീർ തക്കി മീറും പ്രേംചന്ദും എല്ലാവരും ഉറുദുവിലെ പ്രശസ്തരായിട്ടുള്ള അദീബ് ഹെ, സാഹിത്യകാരന്മാരാണ്. അദബ് സാഹിത്യം, അദീബ് സാഹിത്യകാരൻ എന്നാണ് അർത്ഥം. അപ്പം അദീബ് ഹെ, ഇവരെല്ലാവരും ഉറുദുവിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള എന്താണ്? സാഹിത്യകാരന്മാരാണ്. ആജ് യേ ജബാൻ ദുനിയാ ഭർ മേ ബോലി ഓർ സംജി ജാതി ഹെ. ഇന്ന് ഈ ഒരു ഭാഷ ലോകത്ത് മുഴുവൻ സംസാരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്നും വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് സെന്റൻസുകൾ പഠിച്ചു വെക്കണം. മുഴുവൻ എല്ലാവർക്കും പഠിക്കാൻ കഴിഞ്ഞോണം എന്നില്ല. മുഴുവൻ പഠിക്കാൻ കഴിയുന്നവർ മുഴുവൻ പഠിക്കുക. ഇനി മുഴുവൻ പഠിക്കാൻ കഴിയാത്ത ആളുകൾ എന്ത് ചെയ്യുക? ഇതിലുള്ള സിമ്പിൾ ആയിട്ടുള്ള ഉദാഹരണത്തിന് ഉറുദു ഏക് ഖൂബ്സൂറത്ത് ജബാൻ ഹെ, ഉറുദു ജബാൻ ഹിന്ദുസ്ഥാൻ മേ പൈദാ ഹുയി, ഉറുദു ഏക് മഖ്ലൂത്തി ജബാൻ ഹെ. പിന്നെന്താണ്? ഷിർ വ ഷായിരി കി വജഹ് സെ ഉറുദു കി മഖ്ബൂലിയത്ത് ബഡ് ഗയ. ഇങ്ങനെയുള്ള അതുപോലെ ഉറുദു ദിലോം കോ ജോഡ്നെ വാലി ജുബാൻ ഹെ, യേ ജബാൻ ഹമാരാ ഫഖർ ഹെ. ഇത്ര സെന്റൻസ് എങ്കിലും പഠിച്ചു വെക്കുക. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ 4 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ഓക്കെ, അടുത്ത ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉള്ള എന്നല്ല, എന്തായാലും ചോദിക്കാവുന്ന ഒരു ചോദ്യം. ഗസൽ ഉറുദു ഷായിരി കി ആബ്രു ഹെ. നമ്മൾക്കറിയാം ഗസൽ എന്നുള്ളത് ഉറുദു കവിതയുടെ അഭിമാനമാണ് അല്ലേ. നമ്മൾ മേരി ആവാസ് സുനോ എന്നുള്ള ആ ഒരു ചാപ്റ്ററിലൂടെ ഗസലിനെ കുറിച്ചും കൈസറുൽ ജാഫരിയുടെ ഒരു ഗസൽ, നമ്മൾ മനോഹരമായിട്ടുള്ള ഗസൽ പാടില്ലേ. ആ ഗസൽ എന്ത് ചെയ്തു? പങ്കജ് ദാസിന്റെ ശബ്ദത്തിൽ നമ്മളെല്ലാവരും കേട്ടു. അപ്പോ നമ്മളോട് ചോദിക്കുന്നത്, ഗസൽ ഉറുദു കവിതയുടെ അഭിമാനമാണ്. ഗസൽ കെ ബാരെ മേ ആപ് ക്യാ ജാൻതേ ഹെ? ഗസലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം അറിയും? അപ്പനെ അൽഫാസ് മേ ലിഖിയെ, നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ എഴുതൂ. അപ്പൊ ഗസലിനെ കുറിച്ച് നോട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യം എന്താണെങ്കിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ഗസലിനെ കുറിച്ച് നോട്ട് തയ്യാറാക്കാൻ പറ്റും. ഗസലിനെ കുറിച്ച് എങ്ങനെ നോട്ട് തയ്യാറാക്കാം? ഗസൽ കെ ബാരെ മേ നോട്ട്, ഗസലിനെ കുറിച്ചുള്ള നോട്ട്. ഗസൽ ഉറുദു ഷായിരി കി ഏക് ഖാസ് സിനഫ് ഹെ. ഗസൽ എന്നുള്ളത് ഉറുദു ഷായിരി കി,
ഉറുദു കവിതയുടെ ഏക് ഖാസ് സിനഫ് ഹെ. എന്താ സിനഫ് ഹെ എന്ന് പറഞ്ഞാൽ? ശാഖ. ഉറുദു ഷായിരിക്ക് ഏക് ഖാസ് സിനഫ് ഹെ. ഉറുദു കവിതയിലെ ഒരു പ്രധാനപ്പെട്ട സിനഫ് ഹെ, ശാഖയാകുന്നു ഗസൽ എന്നുള്ളത്. അപ്പൊ ഗസൽ ഉറുദു ഷായിരിക്ക് ഏക് ഖാസ് സിനഫ് ഹെ, ഉറുദു ഷായിരിയിലെ പ്രധാനപ്പെട്ട ശാഖയാകുന്നു. ഗസൽ ഉറുദു ഷായിരിക്ക് ആബ്രു ഹെ. ഗസൽ എന്താണ്? ഉറുദു കവിതയുടെ ആബ്രു, അഭിമാനമാകുന്നു. ഉറുദു കവിതയുടെ അഭിമാനമാകുന്നു ഗസൽ എന്നുള്ളത്. ഗസൽ ഇഷ്ക് കി കഹാനി ഹെ. ഗസൽ എന്തായിരിക്കും ഉണ്ടാവുക? പ്രണയമായിരിക്കും ഉണ്ടാവുക അല്ലെ? പ്രണയത്തിന്റെ കഥയാകുന്നു ഗസലിലുള്ളത്. അപ്പൊ ഗസൽ ഇഷ്ക് കി കഹാനി ഹെ. ഗസൽ എന്താണ്? പ്രണയത്തിന്റെ കഥകളാകുന്നു. ഗസൽ കെ പെഹലെ ഷിർ കോ മത്ല കഹ്തെ ഹെ. ഇമ്പോർട്ടന്റ് ആണ്. ഗസൽ കെ പെഹലെ ഷിർ കോ, ഗസലിന്റെ ആദ്യത്തെ വരിക്ക് മത്ല കഹ്തെ ഹെ. മത്ല എന്നാണ് പറയാ. ഇത് വൺ വേർഡിലും ചോദിക്കാം. വൺ വേർഡ് ആയിട്ട് വരും. മത്ലബ് എന്തിനാണ് പറയാ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഗസൽ കാ പെഹലെ ഷിർ കോ ക്യാ കഹ്തെ ഹെ, ഗസലിന്റെ ആദ്യത്തെ വരിക്ക് എന്താണ് പറയാ എന്ന് ചോദിക്കും. സംശയിക്കണ്ട, മത്ലബ് എന്നാണ് പറയാ അല്ലെ? ഗസലിന്റെ ആദ്യത്തെ വരിക്ക് എന്താ പറയാ? മത്ലബ് എന്നാണ് പറയാ. അടുത്ത വരി ഗസൽ കെ ആഖിരി ഷിർ കോ, ഗസലിന്റെ അവസാനത്തെ വരിക്ക് മക്ത കഹ്തെ ഹെ, മക്ത എന്നാണ് പറയാ. അപ്പൊ ആദ്യത്തെ വരിക്ക് മത്ലബ് എന്ന് പറയും, അവസാനത്തെ വരിക്ക് എന്താ പറയാ? മക്ത എന്ന് പറയും. ഈ രണ്ട് വരി, ഈ പോയിന്റ് ഒന്ന് വളരെ സിമ്പിൾ അല്ലേ? ഗസൽ കാ പഹലെ ഷിർ കോ മത്ല കഹ്തെ ഹെ, ഗസൽ കെ ആഖിരി ഷിർ കോ മക്ത കഹ്തെ ഹെ. ഈ വരിയൊക്കെ പഠിച്ചു വെക്കാം. അടുത്തത് നോക്ക്. ഗസൽ കെ ആഖിരി ഷിർ മേ ഷായിർ കാ നാം ഹോത്തെ ഹെ. ഇനി ഗസലിന്റെ അവസാനത്തെ വരിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അതിലെന്തുണ്ടാവും? ഷായിർ കാ തഖല്ലുസ് അല്ലെ? ഷായിറിന്റെ പെൻ നെയിം എഴുതുമ്പോൾ ഉപയോഗിക്കുന്ന നാം, അത് അതിൽ ആഖിരി ഷിർ മേ ഹോത്തെ ഹെ, അവസാനത്തെ വരിയിൽ ഉണ്ടായിരിക്കും. ഗാലിബ്, മീർ, മുഅ്മിൻ വഗൈറ മഷ്ഹൂർ ഗസൽ ഗോ ഷായിർ ഹെ. ഗാലിബും മീറും മുഅ്മിനൊക്കെ പ്രശസ്തരായിട്ടുള്ള ഗസൽ എഴുത്തുകാരാണ്. ഗസൽ ഗോ ഷായിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗസൽ എഴുതുന്ന ആളുകൾ. എന്നാൽ ഗസൽ ഗലോഗാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗസൽ പാടുന്ന ആളുകളാണ്. നമുക്കത് പിന്നീട് ഒരിക്കൽ ചർച്ച ചെയ്യാം. ഈ രണ്ട് കാര്യങ്ങൾ, ഇന്ന് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് എന്താണെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉള്ള രണ്ട് ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്ന് ഉറുദു ഭാഷയെക്കുറിച്ച് നോട്ട് തയ്യാറാക്കുക, രണ്ട് ഉറുദു ഗസലിനെ കുറിച്ച് നോട്ട് തയ്യാറാക്കുക. ഈ രണ്ട് ചോദ്യവും നിങ്ങളുടെ ക്ലാസ് റൂമിലെ ചോദ്യ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. കറക്റ്റായിട്ട് എഴുതി പഠിക്കുക, കറക്റ്റായിട്ട് എഴുതി വെക്കുക. എന്താണെങ്കിലും ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ളതിൽ സംശയമില്ല. എന്താണെങ്കിലും കറക്റ്റായിട്ട് പഠിക്കുക. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ഖുദാ ഹാഫിസ്.